ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് കേക്ക് മിക്സ് വെച്ച് അടിപൊളി ഒരു ടീ കേക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളൊരു വെയിങ് മെഷീൻ വെച്ച് മെഷർ ചെയ്ത് തന്നെ എല്ലാം എടുക്കുക. ഞാനിപ്പോൾ എഗ്ഗും പിന്നെ വാട്ടറും പിന്നെ കേക്ക് ജെല്ലുണ്ടല്ലോ അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്യുകയാണ്. ഒരു 2 മിനിറ്റ് ലോ സ്പീഡിൽ, അതായത് 5 വരെയൊക്കെ ഉള്ളത് അല്ലെങ്കിൽ 6 വരെയൊക്കെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ഒരു 5 വെച്ച് ഒരു ടൈമർ വെച്ച് തന്നെ എടുക്കാം കേട്ടോ. 2 മിനിറ്റ് സ്ലോ ആയിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോൾ നമുക്കത് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്നത് ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ കേക്ക് മിക്സ് ആണ് കേട്ടോ. അതിട്ട് കൊടുക്കുക. അപ്പോൾ 2 മിനിറ്റ് ഒരു 4 to 5 സ്പീഡിലിട്ട് മിക്സ് ആയി ആ മുട്ടയൊന്ന് പതഞ്ഞ് വരുമല്ലോ, അതായത് ഭയങ്കരമായിട്ട് തിക്കൊന്നും ആവേണ്ട, ഒന്ന് ഫോമി കൺസിസ്റ്റൻസി വരുമ്പോൾ ഓഫ് ചെയ്തിട്ട് ഈ മിക്സ് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് അതൊന്ന് മിക്സ് ആവുന്നത് വരെ ഒരു 4 to 5 സ്പീഡിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്യുക. ടൈമർ വെച്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ലത്. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി സൈഡിൽ നിന്നൊക്കെ ഒന്ന് അകത്തോട്ടാക്കി കൊടുക്കുക. പൊടിയൊക്കെ സൈഡിലൊക്കെ ആയിരിക്കുന്നെങ്കിലോ, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇനി 5 മിനിറ്റ് ഹൈ സ്പീഡിൽ, ഏറ്റവും നിങ്ങളുടെ മിക്സറിൽ ഏതാണോ ലാസ്റ്റ് സ്പീഡ് വരുന്നത് അതിൽ മിക്സ് ചെയ്യുക. ഇതാണ് കേട്ടോ ക്രസ്റ്റ് ആൻഡ് ക്രമ്മിൻ്റെ. ഇതിന് 5 kgയുടേതാണ് വാങ്ങിച്ചത്. എനിക്ക് ബേക്കറിയിലോട്ട് കൊടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ടാണ്. ഇതിനൊരു 650 ആണ് കൊടുത്തേക്കുന്നത്. ഒരു 630 ഒക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് ആകുമ്പോൾ നല്ല ക്രീമി ടെക്സ്ചർ ആവും. എന്നിട്ട് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കുമ്പോൾ ലോ സ്പീഡിലാക്കി കൊടുത്ത് ഒരു 1 to 2 മിനിറ്റ്സ് ഒന്ന് മിക്സ് ചെയ്യുക. അതെന്നാൽ ഒരു ഓയിൽ ബാറ്ററിൽ മിക്സ് ആവുന്നവരെ മാത്രം ഒരു മിനിറ്റൊക്കെ മതിയാവും. ഒരു 4 to 5 സ്പീഡിൽ തന്നെ വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. എൻ്റെ ഇതിൽ 6 ആണ് ഏറ്റവും ഹയസ്റ്റ് സ്പീഡ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ഒരു ടൈം കഴിയുമ്പോൾ ഓഫ് ചെയ്യുക. നമുക്ക് ഇത് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കഴിയും. എന്നിട്ട് നമുക്കിപ്പോൾ ഹോം മെയ്ഡ് ആയിട്ട് അല്ലെങ്കിൽ ഹോം ബേക്കേഴ്സിനൊക്കെ നോർമൽ ഇത് ഉപയോഗിക്കാം. ഇത് ബേക്കറിയിലോട്ട് ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. കേക്ക് ജെല്ലൊക്കെ ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമാണ്. ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മെഷർമെൻ്റ് ഒക്കെ. അപ്പോൾ ഞാൻ ആ കറക്റ്റ് മെഷർമെൻറ്റ് കൊടുക്കാം. ഞാനിതിപ്പോൾ ഒരു 2 കിലോ ബാറ്ററിന്, അതായത് നമ്മളിത് ബേക്ക് ചെയ്ത്, ഇത് വൈറ്റ് ഫോറസ്റ്റിൻ്റെ മിക്സാണ്. അപ്പോൾ ഇത് ബേക്ക് ചെയ്തിട്ട് നമ്മൾ ക്രീമൊക്കെ ചെയ്ത് വരുമ്പോൾ 2 kg കേക്ക് ഉണ്ടാവും. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് ഞാൻ ഒരു 180 to 185 ഡിഗ്രി സെൽഷ്യസിൽ 40 മിനിറ്റ് ബേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേ ടൈം തന്നെയാണ് അവർ അതിലും കൊടുത്തേക്കുന്നത്. ആ ടൈം തന്നെയാണ് ഞാൻ വെച്ചത്. അപ്പോൾ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാനല്ല, ടീ കേക്കായിട്ട് അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ്. 250 പീസ് കൊടുക്കണം. അപ്പോൾ എനിക്ക് 2 kgയുടെ ഒരു ടിന്നിൽ വെക്കുമ്പോൾ എനിക്ക് 30 പീസസാണ് ഞാൻ എടുക്കുന്നത്. ഒത്തിരി വലിയ പീസായിട്ടാണ് എടുക്കുന്നത്. 15 രൂപയ്ക്കാണ് ഒരു പീസ് കൊടുക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് ഒരു 30 പീസാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. നല്ല ഇത്തിരി കട്ടിക്കൊക്കെയാണ് കിട്ടുന്നത്. നമ്മൾ നോർമൽ സ്പഞ്ച് ഉണ്ടാക്കുന്നതിന് കുറച്ചുകൂടി ഒരു തിക്നെസ് ഉണ്ടാവും. അപ്പോൾ ടീ കേക്കായിട്ട് ആണ് അവർ ചോദിച്ചത്. ഇത് തന്നെ ഈ ഒരു റെസിപ്പിയിൽ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 5 kgയുടെ ബാറ്റർ മിക്സ് വാങ്ങിച്ചിട്ട് അതിൽ ചെയ്തത്. അതിൽ തന്നെ കൊടുത്തേക്ക്. നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്ത് നോക്കണമെങ്കിൽ ഇത് ഫുള്ള് 5 kgയുടെ വാങ്ങിക്കേണ്ട, 1 kgയുടേതായിട്ട് കിട്ടും. അതായത് 1 kg മിക്സ് കിട്ടും. അതിൽ നമുക്കൊരു 4 കിലോ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു ഇതിലെടുക്കുക. അപ്പോൾ ഞാൻ മെഷർമെൻ്റ് ഒക്കെ കറക്റ്റ് ഇതിൽ കൊടുത്തേക്കാം. ഇത് ഞാനിങ്ങനെ പാക്ക് ചെയ്താണ് വെക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്